കുടിക്കാറാവുന്നത്. പെരിന്തൽമണ്ണ എന്നോടായി പറഞ്ഞ തലൻ്റെ ഡോക്ടർ അവിടെ പോയി ഡോക്ടറെ കാണിച്ചിരുന്നു. ഒരു മാസം കുടിച്ചു ഞാൻ നിർത്തി. പിന്നെ ഫ്ലാക്സോയിലും ക്യാനോഡർമി ഇതൊക്കെ സ്ഥിരമായിട്ട് കുടിക്കുന്നത്. അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കുറച്ച് ദിവസം കുടിച്ച് അടുത്ത മാസം ഈ ചെക്കപ്പിന് വരുകൊണ്ട് പറഞ്ഞു. പിന്നെ പോയില്ല. പിന്നെ ഫ്ലാക്സോയിലും കൂടി ഇതുവരെ പിന്നെ പോയി തന്നെ ഇല്ല. പിന്നെ അതുപോലെ അപ്പൊ മൈഗ്രെയിൻ തലവേദന കംപ്ലീറ്റ് മാറി. ഇപ്പൊ അതിനുള്ള പ്രശ്നങ്ങളില്ല. പിന്നെ അതുപോലെ മോന് കുറച്ചു നേരം കളിക്കുമ്പോഴൊക്കെ കൈയും കാലൊക്കെ വേദനിക്കുകയാണെന്ന് നമുക്ക് പറഞ്ഞില്ല. അപ്പൊ പ്രോട്ടീൻ പൗഡർ ഡെയിലി കൊടുക്കും. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ അതിലൊരു ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വലിയ മടിയായിരുന്നു. അപ്പൊ അയിമന്നൊക്കെ നല്ലൊരു മാറ്റമുണ്ട്. അതിലെ കഫക്കെട്ടും ജലദോഷം വന്ന് എപ്പോഴും ഹോസ്പിറ്റലിൽ പോകേണ്ടതായിരുന്നു. മോണിയിലൊക്കെ ചെക്കപ്പ് ചെയ്യുമ്പോൾ എൻ്റെ രക്തത്തിലെ അളവ് കുറവാക്കാരം. അപ്പോൾ കുട്ടികൾക്ക് അയണിന്റെ സിറപ്പ് കൊടുക്കല് ബ്ലാക്ക് കളറായിട്ടാണ് കുടിച്ച് കഴിഞ്ഞാൽ പല്ലൊക്കെ അളമാക്കി അതിനൊക്കെ വരലെടുത്തിട്ട് നേരെ പ്രോട്ടീൻ പൗഡർ പിന്നെ അത് നിർത്തി പ്രോട്ടീൻ പൗഡർ കൊടുക്കലുണ്ട്. അപ്പം പിന്നെ നല്ല മാറ്റം റിസൾട്ട് നല്ല കുട്ടിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. കാലുവേദനക്കൊക്കെ നല്ല മാറ്റമുണ്ട്. അതുപോലെ തന്നെ കഫക്കെട്ട് ഇതൊക്കെ വരുമ്പോൾ പഞ്ചതുളസി കുട്ടി ശ്രീജ മേഡം പറഞ്ഞ പോലെ തന്നെ വാട്ടർ ബോട്ടിൽ ഞാനൊരു 3 തുള്ളി ഒറ്റിച്ച് കണ്ടാണ് കൊടുക്കല്. നല്ല റിസൾട്ട് തന്നെയാണ്. കഫക്കെട്ടിനും ഇതിനൊക്കെ പനിയോ അങ്ങനെയൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. മറ്റേത് എപ്പോഴും സ്കൂളൊക്കെ ലീവാവും അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴും പനി ജലദോഷം അങ്ങനെയൊക്കെ ആയിട്ട് പഞ്ചതുളസിക്ക് നല്ല റിസൾട്ടാണ്. വീട്ടിൽ തന്നെ എല്ലാവരും വല്ല ചെറിയ രീതി എല്ലാവരും കുടിക്കുക. ചെറിയ കഫക്കെട്ടും പനി ഇതൊക്കെ വരുമ്പോൾ പഞ്ചതുളസി ഡെയിലി ഞങ്ങൾ സപ്ലിമെന്റ്സ് ഒക്കെ കുടിക്കാൻ എടുക്കുമ്പോൾ തന്നെ അതിക്ക് CMD പഞ്ചതുളസി ഓരോ ഡ്രോപ്പ് ഇട്ടിച്ചിട്ടാണ് എല്ലാ സപ്ലിമെന്റും കഴിക്കുക. ഒരു ഗ്ലാസ് ചിലപ്പോൾ കപ്പ് വെള്ളം എടുത്തിട്ട് എല്ലാ സപ്ലിമെന്റും കഴിക്കും. വീട്ടിലെല്ലാതും ഞങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. കാൽസ്യം ഉണ്ട്, ഫ്ലാക്സോയില്, ഗാനോഡർമ, അതിലൊരു കുർക്കുമിന്, നോനി ചെറുപാട്ടിൽ കഴിക്കുന്നത്, ഹോമിയോപതി കഴിക്കുന്നത്, ഫൈബർ നല്ല ബുദ്ധിമുട്ടില്ല. ചിലപ്പോൾ എല്ലാ ഫുഡൊക്കെ ചിലതൊക്കെ കഴിച്ചപ്പോൾ വയറൊക്കെ ഒരു വീർക്കം അങ്ങനത്തെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് വല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ചിലപ്പോൾ വേഗം ഒരു ഗ്ലാസ് ഫൈബർ കലക്കി കൊടുക്കും. അല്ലെങ്കിൽ 2 കഴിക്കും.